പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നേരെ നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുവാണ്. എൻ്റെ നമ്മുടെ ബ്രൂട്ടോണിക്സ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ, അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവരും അടിച്ച് പൊളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ടുഡേയ്സ് ക്രിസ്മസ് ആൻഡ് ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണിത്. ചിലപ്പോൾ ഇന്ന് വരണമെന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് 25-ാം തീയതിയാണ്. ബട്ട് ഇപ്പോൾ സമയം എത്രയായി? സമയം 11:30 ആയിട്ടുണ്ട്. 25-ാം തീയതി 11:30 സമയം ഇപ്പോൾ. ഓക്കെ, മീൻകുട്ടിയാണ് സുധീൻ്റെ മീനക്കുട്ടി. എൻ്റെ ഈ മച്ചാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ മച്ചാൻ്റെ കൂടെയുള്ള 2 ലാമകളെ ഞാനൊന്ന് തട്ടി പറഞ്ഞിട്ട് ഞാൻ ലീഫ് എടുക്കും. ആവശ്യം വന്നാൽ എമറൽഡ് കൊടുത്ത ഉപകാരമായിട്ടുള്ള ഒന്നും തരുന്നില്ല. അയ്യോ, ഇത് സൈഡിലിട്ടിട്ടെ. ഓക്കെ, ആൻഡ് ഞാൻ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഈ മരം ഞാൻ വെട്ടിയിട്ടായിരുന്നു. എൻ്റെ കുഴപ്പമില്ല. ആൻഡ് ഇതാ നമ്മളിവിടെ നിന്ന് ഏണി വെച്ചായിരുന്നു കഴിഞ്ഞാട്ടം വീഡിയോയിൽ ഞാൻ ഏണി വെച്ചുകൊണ്ട് തോന്നുന്നു. എൻ്റെ ഇതാ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിന് ശേഷം നമുക്കിനി ഇവിടെ ഇങ്ങനെ ഒരു സംഭവം സെറ്റാക്കാനുണ്ട്. പിന്നെ നമുക്ക് ടോർച്ച് വേണം. ടോർച്ചിനായിട്ട് നമുക്ക് കോൾ വേണം. കോളിനായിട്ട് നമ്മൾ മൈനിങ്ങിന് പോകണമെങ്കിൽ ആദ്യം നമുക്ക് നല്ല സാധനങ്ങൾ വേണമെങ്കിലോ നമുക്ക് മൈനിങ്ങിന് വേണം. അപ്പോൾ നമുക്ക് എന്തായാലും മൈനിങ്ങിന് വേണം. അതുകൂടാതെ നമ്മുടെ ഈ ഒരു ഏരിയ ഇച്ചിരി മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് നമുക്ക് അയ്യോ ഈ സ്ഥലം നശിപ്പിക്കുമല്ലോ. ഇച്ചിരി ദൂരേക്ക് ഉണ്ടോ? കണ്ടില്ല എന്നെ. ആ വാ വെള്ളത്തിലിട്ട് പൊട്ടിച്ചോ. വെള്ളത്തിലിട്ട് പൊട്ടിച്ചില്ല. വാടാ നീ പെട്ടപ്പാടാ നീ ധൈര്യം വാടാ. ഇങ്ങനെ വേണം നമ്മൾ ക്രീപ്പറിന് പൊട്ടിക്കാൻ. എന്ത് വേണമെങ്കിലും ഉണ്ടാവാം. ഓക്കെ, ആൻഡ് ഞാൻ മേലെ പ്ലാറ്റ്ഫോം ആക്കി. ഇനി ഇതാ പറഞ്ഞ നമുക്ക് ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ താഴേക്ക് വയ്ക്കും. ഞാൻ ഒരു ഡിസൈൻ പോലെ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ നമ്മുടെ കൊബ്ലിസ്റ്റോണൊക്കെ വെച്ച് ഇവിടെ ഒന്ന് സെറ്റപ്പാക്കി പൊടി തട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡിസൈൻ പോലെ ഗ്രാവലും മണ്ണും വെച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മുടെ നെതറിലൊക്കെ പോയി വരുമ്പോൾ മറ്റേ നെതറാക്കൊക്കെ വെച്ച് നെതറാക്ക് മറ്റേ വൈറ്റ് വുഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു. മഴ ഞാൻ എൻ്റെ വേൾഡിൽ വന്നതിന് ശേഷം ആദ്യത്തെ മഴ. എൻ്റെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോളാർ ഷെയ്ഡറാണ്. എൻ്റെ നമുക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തോ. നമ്മുടെ പേപ്പറിലൊക്കെ മൈൻക്രാഫ്റ്റ് ഷെയ്ഡേഴ്സ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കി കിട്ടും. ആൻഡ് അതിലൊക്കെ എന്തെങ്കിലും സോളാർ ഷെയ്ഡറിൻ്റെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ആപ്പിൽ നിങ്ങൾക്ക് സോളാർ ഷെയ്ഡർ അവൈലബിൾ ആണ്. ആൻഡ് ചെക്കൗട്ട് ചെയ്യേണ്ടവർക്ക് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ വെളിച്ചം വേണം നമുക്ക് ഇതാവാനായിട്ട്. ഓക്കെ, ആൻഡ് നമുക്ക് ഇങ്ങോട്ടാണ് നമ്മുടെ മൈനിങ്ങിൻ്റെ ഒരു ചിന്ത വന്നിട്ടുള്ളത്. അതിൻ്റെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ അതിനുള്ളതൊന്നും ആയിട്ടില്ല. നമുക്ക് ഇതൊക്കെ പിന്നെ സെറ്റാക്കാനുള്ളതാണ്. ഓക്കെ, ഇപ്പം തന്നെ നമ്മുടെ ഇത് പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് മഴ പെയ്താൽ കാണാൻ പറ്റില്ല. രണ്ടേ അതെ, ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തത്. ഇനി നമ്മുടെ ഈ സാധനം കൂടി ഒന്ന് പറച്ചെടുക്കുക. അത്ര ഇത് ഞാൻ അറിയാതെ വെച്ചു കേട്ടോ. ഓക്കെ, സാൻഡ് നോക്കി നേരെ മേലേക്ക് കയറാം. ഞാൻ പിന്നെ നമ്മുടെ ബേബി യെല്ലോൻ്റെ പുതിയ വീഡിയോ ഇട്ടായിരുന്നു. കാണാത്തവർ പോയി ചെക്കൗട്ട് ചെയ്യാൻ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 2 എണ്ണത്തിൽ എന്തായാലും ഇത് വരും. പിന്നെ അതെങ്ങനെയൊക്കെ വൃത്തികേടായിപ്പോല്ലേ. അത് മതി. അങ്ങനത്തെ തന്നെ മതി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് സൈഡിൽ കൂടെ വീഴാൻ പറ്റും. അല്ലെങ്കിൽ വേണ്ട, നോക്കില്ലേ ഇതങ്ങ് വെട്ടിക്കുക. അവിടെ കാണുന്നില്ല. ഇതെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് ചെയ്യാം. അത് നമുക്ക് ബ്രെഡ് ഇടാൻ സുഖമായി. ഇവിടെ പിന്നെ മോൺസ്റ്റേഴ്സും വരത്തില്ല. നമുക്ക് അതിന് പിന്നെ മറ്റേ ഇത് വെക്കണം കേട്ടോ. നമ്മുടെ അതിൻ്റെ പേരെന്താ, ടോർച്ച് കിട്ടണം നമുക്ക്. ഇപ്പോൾ മഴ പോലും. പക്ഷെ മഴ വേണമായിരുന്നു. മഴ ഉള്ളപ്പോൾ നല്ല രസമായിരുന്നു. അത് സീനില്ല. അയ്യോ മേലെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഐറ്റംസ് ഒക്കെ വെക്കാമല്ലോ ഇപ്പം തന്നെ. ഇവിടെ ഒരു കട്ടിലും കൂടി വരും. പിന്നെ ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ 2 എണ്ണം വെക്കണം. അതിന് മുന്നേ നമുക്കിപ്പോൾ ഒരെണ്ണമുള്ളൂ. അതുകൊണ്ട് ഒരെണ്ണം വെക്കുക. കൂടെ
നല്ലോണമുണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കുക. ഇവിടെ പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഫർണസ് ഒരെണ്ണം മതി. പിന്നെ മറ്റേ ഫർണസ് കിട്ടുമ്പോൾ അത് വെക്കാം. പിന്നെ ക്രാഫ്റ്റിൻ്റെ നമുക്ക് പണിയാം. ഒരു ഫർണസ് ഉണ്ടാക്കി എന്നിട്ട് ഇത് കളക്ട് ചെയ്ത് ഇവിടെ ഇത് വെച്ചിട്ട് നമ്മുടെ ഇതിൽ നിന്ന് ഒരെണ്ണം ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചുകൊടുത്ത് നമുക്ക് സ്മോക്കർ കിട്ടും. ഇതാകുമ്പോൾ നമുക്ക് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. അതായത് ഈ സ്മോക്കർ നമുക്ക് നമ്മുടെ ഫുഡൊക്കെ പെട്ടെന്ന് വേവിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എൻ്റെ നമ്മുടെ ഇത് കയ്യിലിരുന്നിട്ട് നമുക്കിത് കഴിക്കാം. തൽക്കാലത്തേക്ക് അത് മതി. എൻ്റെ നമ്മുടെ കയ്യിലുള്ള ചെസ്റ്റ് എടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് സെറ്റാക്കാം. ആ ചെസ്റ്റിൽ നമുക്ക് വേണ്ടതും എല്ലാമായ സാധനങ്ങളെല്ലാം എടുത്ത് കുത്തി കയറ്റി ശവര് കയ്യിലിരുന്നോട്ടെ, വിക്കാക്കൊക്കെ പോട്ടെ, സ്റ്റോണും കയ്യിലിരുന്നോട്ടെ അല്ലേ, ഡെർട്ട് ഇരുന്നോട്ടെ. നമുക്ക് എന്തെങ്കിലും അതിന് വന്നാലോ അല്ലേ. ഇതും കയ്യിലിരുന്നോട്ടെ. പിന്നെ ഇതും 2 ആക്സാ. ഞാൻ 2 ആക്സ് ഉണ്ടാക്കി, എന്തോ അബദ്ധത്തിൽ ഉണ്ടാക്കി പോയതാണ്, ക്ഷമിക്കൂ. ഓക്കെ, ഇത് നമ്മുടെ കിളിയല്ലേ. ഇവർ നമുക്ക് നെയിം ടാഗ് കിട്ടുമ്പോൾ പേരിടാം. പിന്നെ നിങ്ങൾക്ക് വല്ല പേരും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അതിൽ നിന്ന് ഞാൻ നോക്കിയിട്ട് ഒരു കമൻറ്റ് സെലക്ട് ചെയ്യും. ഓക്കെ, ദൈവമേ ശകുനം. ഇതെന്താ ഇപ്പം ഇത്ര ക്രീപ്പേഴ്സൊക്കെ അങ്ങോട്ട് വേണം കേട്ടോ. അതന്നെ പൊളിച്ച് പാർക്കോർ ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാക്കണം എനിക്കില്ല. എനിക്ക് പാർക്കോറിൻ്റെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാർക്കോർ ഗെയിംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഓക്കെ, നമുക്ക് ഇവിടെ വല്ല കേവും കിട്ടുവാണെങ്കിൽ കേവ് നോക്കായിരുന്നു. ചേട്ടാ, ഇതിപ്പോൾ കൈ കൊണ്ട് തന്നെ എല്ലാം ചെയ്യണമല്ലോ. നമുക്ക് കമ്പ്യൂട്ടറാണെങ്കിൽ സുഖമായിട്ട് ഗെയിമൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോണാവും ഇച്ചിരി പോകാനാണ്. ഇങ്ങനെ തിരികെ വളക്കുകയൊക്കെ ചെയ്യണ്ടേ. എടാ, നമുക്ക് കമ്പ്യൂട്ടറിലും ചെയ്യണം, പക്ഷെ അതൊരു രസത്തിലങ്ങ് നമ്മൾ ചെയ്തു പോകും. ഇതാണെങ്കിൽ എന്തോ ഒരു നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വുഡ് ആവശ്യമുണ്ട്. നമുക്ക് സ്പീഡിൽ നടക്കണ്ടേ, ഇച്ചിരി വയ്യ നടക്കാം. അത് ശരി, ഇവിടെ പുഴയേ, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, നമുക്ക് പംകിൻ ഉണ്ട് അവിടെ. എൻ്റെ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ പംകിൻ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇനി പംകിൻ പോയിട്ട് കളക്ട് ചെയ്യണം. അത് കൂടാതെ നമ്മുടെ വുഡ് കളക്ട് ചെയ്ത് ഈ വുഡല്ല മറ്റേ വുഡാണ്. അതിൻ്റെ വേറെന്തായിരുന്നു? ഇതന്നെ അതാ വുഡ്. ഈ വുഡ് എനിക്ക് ഇഷ്ടമല്ല. കുറേ മരം നമുക്ക് ചെക്ക് ചെയ്തിട്ടുണ്ട്, ആവശ്യമുണ്ടോ ഇതിൽ. ഞാൻ ഗെയിം കറപ്ഷൻ ചാനൽ സപ്പോർട്ട് ചെയ്തപ്പോൾ സാന്റാക്ലോസിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തോ ഗിഫ്റ്റ് കൊടുക്കുന്നവരാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അങ്ങനെ ഒരു തമ്മിലൊക്കെ ഇട്ടിട്ട് ഗെയിം കറപ്ഷൻ വീഡിയോ ഒക്കെ ഇട്ടുണ്ടായി. പിന്നെ ഗിയർ ഗ്രാഡസിൻ്റെ ഒരു വിവരമില്ല. അതൊക്കെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞങ്ങളുടെ സ്കൂളിലൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. കോളേജുള്ളവർ കോളേജിൽ, സ്കൂളുള്ളവർ സ്കൂളിൽ, അല്ലാത്തവർ വീട്ടിൽ ആഘോഷം ഉണ്ടാവും അല്ലേ. എനിക്ക് തിരിച്ചു പോകാൻ വഴി അറിയണം, ഇല്ലെങ്കിൽ പണി വേണം. അതെന്താ ഒരു ഗോൾഡ് വാങ്ങിക്കുന്നു? അയ്യ, അത് വെയിലെടുത്തിട്ടുണ്ടല്ലേ. ഞാൻ വിചാരിക്കുന്നത് കളർ വ്യത്യാസം പറയാം. നമുക്ക് എന്തായാലും നല്ലോണം വുഡ് കളക്ട് ചെയ്തേക്കാം. ചിലപ്പോൾ നമുക്ക് ആവശ്യം വന്നാൽ ഇതിനൊക്കെ ആവശ്യം ഉണ്ടാവാതിരിക്കില്ല. നമുക്ക് വുഡിന് എന്തായാലും നല്ല ആവശ്യം വരും. ഇത് ഞാൻ വുഡ് കളക്ട് ചെയ്യാനായിട്ട് രണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഓഫ്ലൈനിൽ നിന്ന് റെക്കോർഡ് ചെയ്യാതിരുന്നപ്പോൾ ഞാനൊന്ന് ഇതാക്കിയായിരുന്നു. ഓക്കെ, ഇതാ നമ്മുടെ ബേസ്. ഇപ്പം എത്ര ആടാവുന്നേ? അന്ന് ഞാൻ നിനക്ക് എത്ര നോക്കി നടന്നു നിനക്ക് അറിയണ്ട. ചേടാ, നമുക്ക് ലീശ വെച്ചെടുത്തോണ്ട് പോയിരുന്നല്ലേ. പോയടാ. നമ്മളങ്ങനെ നമ്മുടെ മെലണെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും ഈ 3 എണ്ണം കൂടി ഉണ്ട്.
സെറ്റാക്കി എടുത്തിട്ട് ഇനി അത് നമുക്കപ്പോൾ ഒരു ബോട്ടൊക്കെ ഉണ്ടാക്കി സെറ്റായാലോ? അതാവുമ്പോൾ ഒരു ഉപകാരമുണ്ട്. നമുക്ക് ഇത് ഫുള്ള് കടലല്ലേ, അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമല്ലോ. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് മേലേക്ക് പോവാം. ഈ സോളാർ സീഡർ എൻ്റെ ഫേവറേറ്റാണ്. സോളാറും ന്യൂ ഇത് കണ്ടോ, സൂര്യനൊക്കെ നല്ല രസമാണ്. പിന്നെ അതിൽ ആനിമേഷൻസ്, പിന്നെ അതിൻ്റെ ആ ഒരു അതൊക്കെ തന്നെ അതൊക്കെ നല്ല രസമാണ്. പിന്നെ നമ്മൾക്ക് ഇനിയിപ്പോൾ ഡർട്ടല്ലേ, ഇതെടുത്തിട്ട് പ്ലാങ്ക് ഉണ്ടാക്കാം. പ്ലാങ്ക് എത്ര പ്ലാങ്ക് മതിയാവും? പ്ലാങ്ക് വെച്ചിട്ട് ഇനി പണി തീർന്നിട്ടില്ല. നമുക്ക് സ്റ്റിക്കും വേണം. എന്നിട്ട് ഇത് കളക്ട് ചെയ്യാം. ഇനി ഇത് ചെറുപറ ഉണ്ടാക്കാം. നമുക്ക് 27 കാണിച്ച് 24. ഓക്കെ, എന്താണെങ്കിലും അത് തികയോ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടോ, ഇങ്ങനെ പോകാൻ പറ്റും. അതാണ് ഒരു ക്ലീനായിട്ട് ഇരിക്കത്തില്ല. അതൊരു പണിയാണ്. അത് സെറ്റ് ചെയ്യാം. ഓക്കെ കറക്റ്റ് ചെയ്യുന്നു. കറക്റ്റ് അത്രേ വന്നുള്ളൂ എന്നാണ് ഞാൻ പെട്ടെന്ന് വിചാരിച്ചത്. ഓക്കെ, നമുക്ക് ഇത്രയും ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ വെച്ചാൽ വൃത്തി ഉണ്ടാവും. ഞാൻ എന്നാൽ ഇത് കുറച്ച് കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഫാൻസി ചിലൂടെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ സംഭവം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ പെൻസ് എല്ലാം വെച്ച്, പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കി വെച്ച് ബാക്കിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഒരു ഡബിൾ ചെസ്റ്റും 4 സാധാ ചെസ്റ്റും ഉണ്ട്. ആൻഡ് ഇനി നമുക്കൊരു ബെഡ് ഉണ്ടാക്കണം. ഒരു ബെഡ് കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ കയറ്റി വെക്കണം. അതിനായിട്ട് നമ്മളൊരു 3 പൂ കിട്ടുമോ നോക്കട്ടെ. 3 പൂ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് ഡൈ ആക്കിയിട്ട് നമുക്ക് നടായിരുന്നു. അതാ അവിടെ ഇഷ്ടം പോലെ പോവാണ്, ഇഷ്ടം പോലെ പൂ. ഓക്കെ, എനിക്ക് വീഴുന്നു. വേണില്ല 2 അല്ലേ ഉള്ളൂ. ചേടാ, പണിയായോ? 1 2 3 4. ഇത് മതി. അത് ശരിയാ, ഞാൻ ഓർത്തില്ല. ഒരു പണിയുണ്ട്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി. ഓക്കെ, പിന്നെ നമ്മൾ മേലേക്ക് പോകുന്നു. നമുക്കിനി ഒന്നും പേടിക്കാനില്ല, കാരണം മോബ്സ് താഴെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഇതിൽ നിന്നിട്ട് നമുക്ക് കിടന്നുറങ്ങാനൊക്കെ പറ്റും ഈസി ആയിട്ട്. അതിൻ്റെ അതല്ല, നമ്മൾ ഇതിൽ പോകുന്നു. നമ്മുടെ ബെഡ് ആദ്യം ഇതൊന്ന് പറിച്ചെടുക്കണം. അതല്ല, ഇത് പറിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് ഡൈ ആക്കണം. അങ്ങനല്ല ഇതിൻ്റെ ഇതൊരു ഡൈ ആക്കി, എന്നിട്ട് ഇങ്ങനെ വെച്ചു ഉണ്ടാക്കി കേട്ടോ. ഇപ്പോൾ സെറ്റല്ലേ? എൻ്റെ നീല കളർ വയലറ്റാണ് സ്കിൻ, എന്നാലും ഏതാണ്ട് ഒരേ കളറല്ലേ? അതെ. പിന്നെ ഇതിനകത്ത് വൂളുണ്ടായിരുന്നല്ലോ. 1 2 പിന്നെ ഒരു 1. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് 3 ഇത് ഉണ്ടാക്കുന്നു. ഇത് വെച്ചിട്ട് ഇതാക്കുന്നു. പിന്നെ ഇതും കൂടി വെച്ചിട്ട് ഇതും സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഒരു 3 പ്ലാങ്ക് വേണ്ടേ? പ്ലാങ്ക് എവിടെ? പ്ലാങ്ക് അതും എടുത്തു. പ്ലാങ്ക് 3 എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലാങ്ക് 3 വെച്ചിട്ട് ബെഡ് അങ്ങ് സെറ്റ് ആയി. ഇനി നമ്മൾ ഈ ബെഡ് എടുത്ത് ഇവിടെ വെക്കുന്നു. റീസ്പോൺ ഹൈവ സ്ലീപ്പിംഗ് ത്രൂ ദ നൈറ്റ്. അങ്ങനെ അതൊന്ന് സെറ്റ്. ബെഡ്റൂമിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കുന്നു. ദൈവമേ, എന്തൊക്കെയാണ് വെച്ച് ബെഡ്റൂമിൽ നടക്കുന്നേ. ചിലപ്പോൾ ഇതിൻ്റെ അടിയിലേ അവരൊന്ന് കണ്ടോ, അവരൊന്ന് ക്യാമ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. അവൻ കാണും കേട്ടോ. കണ്ട് എന്നെ കാണൂടാ. എൻ്റെ അടുത്ത് ആരുടെ കാണാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു കാണാം. എന്നെ കാണാൻ ഞാനത്. ഓക്കെ, ചേട്ടാ ക്രീപ്പറാണോ മൊത്തം ഇവിടെ? കില്ലാടി തന്നെ. നമുക്കപ്പോൾ ഇനി മേലെ പോയിട്ട് ഇനി വേറെ പണിയൊന്നുമില്ലല്ലോ. ആദ്യം ഇവിടെ കുറച്ച് പുല്ലൊക്കെ വെച്ച് സെറ്റാക്കിയാലോ. പുല്ല് നമുക്ക് പട്ടീനെ കിട്ടുകയാണ്, അതിന് ടേൺ ചെയ്യാം. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല.
താഴെ പോകുന്നു. അതിന് മുന്നേ നമുക്ക് ഏതെങ്കിലും ഒന്ന് കേവി കയറിയിട്ടൊന്ന് മൈൻഡ് ചെയ്യും. എടാ അയാണ് അതിൻ്റെ മേലെ. ഞാൻ മല കയറിയപ്പോൾ അയാണ് ഇരിക്കുന്നടാ. അതാ അവിടെ കോളുണ്ട്. കോള് കണ്ടു. അത് കോളല്ലേ? അല്ലേ, കണ്ടിട്ട് കോളാന്ന് തോന്നുന്നു. ഇത് കോളല്ലേ? ആണോ? എനിക്ക് ഷെയ്ഡ് ഇട്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ആ കോള് കോള് കോളേ. ഒരു 4 ടോർച്ചും അയ്യോണ്ടാ ഈ മലയിൽ. മല നിറച്ച് അയ്യോണാട്ടോ. ഓ ദേ അയ്യണ അയ്യണ അയ്യണ. തൊട്ടക്കം തൊട്ട് അയ്യണൊക്കെ സീനായി. ഇവിടെ അയ്യണുണ്ടോ? ഇല്ല, ഇവിടെ ഒന്നുമില്ല. ഇനി നമ്മൾ മണ്ടയ്ക്ക് കണ്ടായിരുന്നു. മണ്ടയ്ക്ക് കുറച്ച് അതാ കോളുണ്ട്. കോളൊന്നും കിട്ടി. കോള് കിട്ടിത്തുടങ്ങി പിന്നെ ആവശ്യം പോലെ അനാവശ്യം പോലെയും കോളായിരിക്കും. അതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. കണ്ടാ പിക്കേഴ്സിൻ്റെ ലൈഫ് തീരാനാവുന്നു, കോളും കിട്ടുന്നു. ഏതാ മോണെ സീനാണല്ലോ. ഇതെന്താ കോള് മഴയോ? ഇഷ്ടം പോലെ കോളായിട്ടോ. പിക്കേഴ്സ് കിട്ടി. ചത്ത് പെട്ടെന്നൊരു ഹാർഡ്കോറെങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എത്ര ചത്തേനെ. ഹായ് സുന്ദരി. ഒരു പണിയാ. ലീഷെടുക്കാം ഇങ്ങോട്ടങ്ങ് ചാടിക്കോ. മണ്ടയ്ക്കോട്ട് മേലേക്ക് പോയി. ഇനി നമുക്ക് ലീഷെടുക്ക്. ലീഷ് ആവശ്യമാണ്. അയാളും കിട്ടി, കോളും കിട്ടി. ജിങ്കാലല്ല ലീഷ് എടുത്തു, ഒരു ഫെൻസും എടുത്തു. ഇനി നമുക്ക് താഴെ പോവാം. പശുക്കുട്ടി. നമ്മുടെ ലീവ് എടുത്ത് ആദ്യത്തെ ഇടേനെ കിട്ടി. അയ്യോ ഇവിടെ ഇങ്ങനെ പോലെ. ഓ ഇത് ആടിനൊക്കെ കൊന്നിട്ടേക്കുന്നുണ്ടോ? നമ്മുടെ ലീഷെടുക്ക്. ലീഷെടുത്തു. ഇനി നമ്മുടെ പശുവിനെ ലീഷാക്കണം. ഓക്കെ, ഇനി വാ. നമ്മുടെ കുട്ടനെ ലീഷി കൊണ്ടുവരികയാണ് ഗൈസ്. കുഴിയിലൊന്നും വീഴല്ലേ. ഇവനെന്തിടും? ജിംബ്രുമണി നിട്ടാലോ? പെണ്ണാണോ ആണാണോ? ആ പശുവല്ലേ? ഓ പെണ്ണാണ്. ഓക്കെ, ഇനി ഇതെടുത്തിട്ട് ഇതിവിടെ ഇടുന്നു. ഇതിവിടെ കുരുക്കുന്നു. നീ എന്ത് ചെയ്യാ? എനിക്കിനി വേറൊരു പശുവിനെ കിട്ടിയായിരുന്നു. പശുവിനെ വേണ്ട, ആടിനെ മതി. വാടി മൂടി. അല്ലേ ഓട്ടോണിക്സിൻ്റെ അടുത്ത് എതിർത്ത് നിൽക്കുന്നു. നീ ചെയ്തത് തെറ്റ്. ഓക്കെ, നമ്മളിനി ഇതിൻ്റെ മേലേക്ക് കയറി. ഇനി ഞാൻ കുറച്ച് പരിപാടി ചെയ്തിട്ട് കാണിക്കും. ഓക്കെ, മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ താഴെയായിട്ട് എങ്ങനെയാണ് അങ്ങനെ വീഴുന്നത്? ബെഡ്റൂമിൽ അങ്ങനെ ഉണ്ടോ? അത് ശരി, ഞാൻ എപ്പോഴാട്ടോ പറയുന്നത്. ഞാൻ ഇവിടെ ഒരു ഫാം പോലെ സാധനം സെറ്റാക്കിയിട്ടുണ്ട്. അത് കാണിക്കാനാണ് ഞാൻ വന്നത്. എനിക്ക് അതാണ് ചാവേണ്ട അവസ്ഥയിൽ. അവിടെ ഉണ്ടോ കൂടി? ഇതുകൊണ്ട് സെറ്റായില്ലേ? ഓ മഴയത്ത് രാത്രി കാണാൻ നല്ല വൈബല്ലേ. ഓക്കെ, എന്താണെങ്കിലും നമുക്കൊന്ന് കിടന്നുറങ്ങി വിളിക്കാം. ഓക്കെ, അതിന് മുന്നേ അവിടെ ഉണ്ടോ ഇതിൽ? ഇല്ല, ഇതിലുണ്ടല്ലോ. പിന്നെന്തിനാണ് വേറെ? ഓക്കെ, 4 എണ്ണം. ഇനി ഇവിടെ ഇങ്ങനെ 2 എണ്ണം വെക്കുന്നു, ഇങ്ങനെ 2 എണ്ണം വെക്കുന്നു. 1 2 എണ്ണം സെറ്റ്. ഇനി നമ്മൾ താഴേക്ക് പോകുന്നു. ഞാനൊരു ഫാം സെറ്റാക്കാൻ തീരുമാനിച്ചു. എന്നാലേ നമുക്ക് ഇതിനെ ഫീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെറ്റ്. ഇനി നമ്മൾ ഇവിടെ ഈ
അല്ല വീറ്റ് ഫാം. ഓക്കെ, നമുക്കിനി പാണ്ടല്ലേ അത്. നമുക്കിനി മേലെ പോയിട്ട് നമ്മളെ സീഡ് എടുക്കാം. സീഡ് എൻ്റെ പെട്ടിയിലുണ്ടെന്ന് തോന്നുന്നു. ഉറപ്പ് 19 മോശമില്ല. ഓക്കെ, 19 പോരേ, തികയില്ലാന്ന് തോന്നുന്നു കേട്ടോ. എന്താ 24 കണ്ടുണ്ടെന്ന് തോന്നുന്നു. 24 കല്ല് കണ്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പുറത്തും 12 തന്നെയാണ്. അപ്പോൾ 24 കറക്റ്റാ, എനിക്ക് ഓർമ്മയുണ്ട്. അതെ, ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റാം. എന്നിട്ട് ഇവിടെ പിന്നെ വേണമെങ്കിൽ ഇവിടെ ഇടണം. ഞങ്ങൾ പണിയെന്ന് പറഞ്ഞു ഇവിടെ ഇങ്ങനെ. അയ്യോ, ചാവും. വേറെ ഡയറക്റ്റൊന്നും ഇല്ലേ? ഇച്ചിരി ഡയറക്റ്റെങ്കിലും താടാ. ചെളി മതി, ചെളി. ഐ മീൻ ചെളി, നോട്ട് അനദർ ഐറ്റം. ചെളി, ഓൺലി ചെളി. ചെളി പോലും ഇല്ല. എന്തൊക്കെയാ വെച്ച് കയറി നടക്കണ്ട. ഇത് മതി. വീഡിയോ ഇപ്പം തന്നെ 20 മിനിറ്റ് ആയി, അതുകൊണ്ട് ഞാൻ ഷോർട്ടാക്കുകയാണ്. ഷോർട്ട് അയച്ചിട്ടപ്പോൾ 7 ദിവസമൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അറ്റത്ത് 2 ടോർച്ച് വെച്ചേക്കാം, കാരണം മോബൊന്ന് സ്പോണാവാണ്ടിരിക്കാനാണ് ഇതിൻ്റെ മണ്ടയ്ക്ക്. ഓക്കെ, അങ്ങനെ നമ്മുടെ പരിപാടികൾ പകുതി സെറ്റ്. നമ്മളിവിടെ ടോർച്ച് വെച്ചു, നമ്മുടെ മേലെ ടോർച്ച് വെച്ചു, പിന്നെ ഇച്ചിരി കൂടി ഫാം സെറ്റ് ചെയ്തു. ഇന്നത്തെ കണ്ടന്റ് ഈ ഫാമാണ്. ഓക്കെ, നിങ്ങൾക്ക് തമ്മിൽ നോക്കിയാൽ ഫാമായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര എന്നുള്ള ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് ചെറിയ സമയം നമ്മൾ റോഡ് ടു 600 സബ്സ്ക്രൈബേഴ്സ്. നമുക്കിനി വേറെ 60 സബ്സ്ക്രൈബർ മതി. 60 അല്ല, 50 സബ്. അതൊരു 50 അല്ല, 49 തെറ്റിപ്പോയിട്ടോ. എന്തൊക്കെയാണ് ഞാൻ ചെയ്തേ? ഓക്കെ, 49 അല്ല, സോറി, 41. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ. നമുക്കിന്ന് വെറും 41 മതി നമ്മുടെ 600 സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് റോട്ട് പറഞ്ഞല്ലോ. അപ്പം നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ബൈ ബൈ.